എന്തായാലും യൂത്ത് കോൺഗ്രസ് വിവാദത്തിലേക്ക് പുനഃസംഘടനാ വിവാദത്തിലേക്കാണ്. പുനഃസംഘടനയിൽ എ ഗ്രൂപ്പിനും അതൃപ്തിയുണ്ടെന്നുള്ള വിവരങ്ങൾ വരുന്നു. ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിലാണ് ഇപ്പോൾ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട എതിർപ്പ്. KM അഭിജിത്തിന് സംസ്ഥാനത്ത് ഉയർന്ന പദവി നൽകാമായിരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എ ഗ്രൂപ്പിന്റെ അഭിപ്രായം മുഖവിലക്കെടുക്കാത്തതിലും അതൃപ്തി. വിവരങ്ങളുമായി KR സാജു ആണ് ചേരുന്നത്. സാജു, ഐ ഗ്രൂപ്പിന് പിന്നാലെ കടുത്ത അതൃപ്തിയിലാണ് എ ഗ്രൂപ്പും എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏതൊക്കെ നേതാക്കളാണ് അതൃപ്തി പരസ്യമാക്കിയിട്ടുള്ളത്? ഇനിയിപ്പോൾ എങ്ങനെയാകും ഈ അതൃപ്തി നേതൃത്വം ഉൾക്കൊള്ളുക, പരിഹരിക്കുക? അതൃപ്തി പരസ്യമാക്കാതെ അത് പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് സൈഫുദ്ദീൻ, ദിവ്യ ഇപ്പോൾ എ ഗ്രൂപ്പും തീരുമാനം എടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് പരാതി നൽകാനുള്ള ഒരു ആലോചനയിലാണ് എ ഗ്രൂപ്പ് നേതൃത്വമുള്ളത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ചില കാരണങ്ങളാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 വർഷം മുമ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് എ ഗ്രൂപ്പിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും രാഹുലിന് രാജിവെച്ച് പദവി ഒഴിയേണ്ടി വരുമ്പോൾ അവിടെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ഗ്രൂപ്പ് എന്ന നിലയിൽ എ ഗ്രൂപ്പിന്റെ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതായിരുന്നു. അത് നേതൃത്വം ഈ പുനഃസംഘടനയുടെ കാര്യത്തിൽ പുതിയ അധ്യക്ഷനെയും നേതൃത്വത്തെയും പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായില്ല എന്ന വിമർശനമാണ് എ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. OJ ജനീഷിനോട് അവർക്ക് വലിയ എതിർപ്പൊന്നും ഇല്ല. പക്ഷേ ബിനു ചുള്ളിയിലിന്റെ നിയമനത്തെ അവർ ചോദ്യം ചെയ്യുന്നു. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം അങ്ങനെയാണെങ്കിൽ എ ഗ്രൂപ്പിന് അർഹതപ്പെട്ടതായിരുന്നു എന്ന കാര്യമാണ് എ ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ കൊണ്ടുവരുമ്പോൾ അത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ആളെ കൊണ്ടുവരുന്നു. പ്രസിഡന്റ് ആക്കിയത് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ 4ാമതെത്തിയ ആളെയാണ് എന്നുകൂടി എ ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് KC വേണുഗോപാൽ പക്ഷം പിടിമുറുക്കുന്നതിന്റെ ഭാഗമാണ് എന്ന വിലയിരുത്തലാണ് ഐ ഗ്രൂപ്പിനെ പോലെ എ ഗ്രൂപ്പിനുമുള്ളത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ അവർ ഒരു പാർട്ടിക്ക് ഫോറങ്ങളിൽ പരാതി ഉന്നയിക്കുക എന്ന ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണ്. മറ്റൊരു പ്രധാന കാര്യമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പുനഃസംഘടനയിൽ ഇപ്പോൾ സാമുദായിക പരിഗണനകളും മറ്റും ചൂണ്ടിക്കാട്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഒന്ന് നിയമിക്കുന്ന കാര്യത്തിൽ സാധാരണ ഇത്തരം സാമുദായിക പരിഗണനകൾ വെക്കാറില്ല. കമ്മിറ്റിയിൽ സാമൂഹിക ബാലൻസ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നും എ ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് വലിയ അതൃപ്തി ഉണ്ട്. ഒപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ഈ കൂടുതൽ പ്രവർത്തകർക്കും ജനങ്ങൾക്കുമൊക്കെ ഇടയിൽ അറിയപ്പെടുന്ന ആളുകളെ വേണമായിരുന്നു അധ്യക്ഷ പദവിയിലേക്ക് അടക്കം കൊണ്ടുവരാൻ എന്ന കാര്യവും എ ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഐ ഗ്രൂപ്പ് ആണെങ്കിൽ ഇന്നലെ തന്നെ അബിൻ വർക്കിയുടെ പരസ്യ പ്രതികരണത്തിലൂടെ അവരുടെ അതൃപ്തി പുറത്തേക്ക് വന്നതാണ്. അതിനപ്പുറം ഒരു കാര്യങ്ങൾ പരസ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഐ ഗ്രൂപ്പും തീരുമാനിച്ചില്ല. അവരും കാര്യങ്ങൾ ഉചിതമായ സമയത്ത് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാം കേരളത്തിലേത് എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എ ഗ്രൂപ്പിനിടയിൽ മറ്റു ചില ആലോചനകൾ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇപ്പോഴത്തെ പുതിയ നേതൃത്വവുമായി എത്രത്തോളം സഹകരിക്കണം എന്നതിലടക്കമുള്ള കാര്യത്തിൽ എ ഗ്രൂപ്പിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളിൽ അതായത് KM അഭിജിത്തിന് കൂടുതൽ ഉയർന്ന പദവി നൽകി കേരളത്തിൽ തന്നെ നിർത്താമായിരുന്നു വർക്കിംഗ് പ്രസിഡന്റിനെയൊക്കെ അടക്കം നിയമിക്കുന്ന പശ്ചാത്തലത്തിൽ എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ എ ഗ്രൂപ്പിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നേതൃത്വത്തോട് നിസ്സഹകരിക്കുന്ന അടക്കമുള്ള ആലോചനകളും എ ഗ്രൂപ്പിൽ സജീവമാണ്. ദിവ്യ.